ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുട്ടികൾക്കുള്ളൊരു ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഇത് 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മെഷർമെൻ്റ് ആണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള 1.5 മീറ്ററാണ് ഈ ഫാബ്രിക് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ തുണിക്ക് വീതി വരുന്നത് 40 ഇഞ്ചാണ്. ഇപ്പോൾ ഞാൻ ഈ ക്ലോത്ത് രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലോത്ത് ഇതുപോലെ 2 ഡിസൈനാണ് വരുന്നത്. താഴേക്ക് യെല്ലോ ഫ്ലവറുള്ള പോർഷനാണ് സ്കേർട്ട് പോർഷന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നീളത്തിൽ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാണ് ഫോൾഡ് ആയിട്ടുള്ള സൈഡ്. ഇനി നമ്മളിത് ഈ സൈഡ് അടുത്ത സൈഡിലേക്ക്, ഫോൾഡ് ആയിട്ടുള്ള സൈഡിലേക്ക് ട്രയാങ്കിൾ വൈസ് ഫോൾഡ് ചെയ്തിടുവാണ്. ഇത് നമ്മൾ സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മെഷർമെൻറ്റ് കൊടുക്കാം. ഇവിടെ വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ 4 ഭാഗം 6 ഇഞ്ചാണ് വേണ്ടത്. 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിത് ഇതുപോലെ ടേപ്പ് പിടിച്ച് 6 ഇഞ്ച് എവിടെയാണോ വരുന്നത് ആ പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്കുള്ള ലെങ്ത് ആണ് വേണ്ടത്. 12 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. സീം എലമെൻറ്റ്സ് കൂടി കൂട്ടിയിട്ടാണ്. അപ്പോൾ 12 ഇഞ്ച് നമുക്കിത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ടേപ്പ് ഇതുപോലെ ഓരോ പോയിന്റിൽ വെച്ച ശേഷം ഇതുപോലെ സർക്കുലറായി മാർക്ക് ചെയ്തെടുക്കാം. സ്കേർട്ടിന് വേണ്ടി മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിനുള്ള ടോപ്പ് പോർഷൻ നമുക്ക് ഈ പോർഷനിൽ നിന്നും കട്ട് ചെയ്യാം. എത്രയാണോ ഇവിടെ ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് അതനുസരിച്ച് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഞാനിവിടെ സീം എലമെൻറ്റ്സ് കൂടി കൂട്ടി 7 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ച് എടുത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് ടോട്ടൽ ഇറക്കം എടുക്കുന്നത് 22 ഇഞ്ചാണ്. 12 ഇഞ്ച് സ്കേർട്ട് പോർഷന് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മൾ ടോപ്പിന് വേണ്ടി എടുക്കുന്നത്. ഇനി ഞാൻ ടോപ്പ് പോർഷൻ 10 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ടിനും ബാക്കിനുമുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ നിന്നും ടോട്ടൽ ഷോൾഡറിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്നും താഴേക്ക് ആം ഹോളിന് വേണ്ടി ഷോൾഡർ ലെങ്ത് കൂടി മാർക്ക് ചെയ്യാം. ഷോൾഡർ ലെങ്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് വേണ്ടത്. ചെസ്റ്റ് മെഷർമെൻറ്റ് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്ലോത്ത് ഫസ്റ്റ് ടൈം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ പിൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ബോഡി പീസിൻ്റെ താഴെ ഭാഗമില്ലേ, അവിടെ വരുന്ന വിട്ട് നോക്കാം. അതും 7 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റുമായി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ അകലം 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഒരു ലൂപ്പ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1.5 ഇഞ്ചാണ് ബാക്കിൽ എടുക്കുന്നത്. ഇപ്പോൾ 2 നെക്കും യു നെക്കാണ് എടുക്കുന്നത്. ബാക്ക് പോർഷൻ മാറ്റിയ ശേഷം ഫ്രണ്ട് നെക്ക് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവ് വേണം. അപ്പോൾ ബാക്കിയുള്ള ക്ലോത്തിൽ നിന്നും സ്ലീവ് കട്ട് ചെയ്യാം. ഇപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്തിനനുസരിച്ച് 2 ആക്കി ഫോൾഡ് ചെയ്തിടുക. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ യെല്ലോ ഫ്ലവർ വരുന്ന ഭാഗം നമുക്ക് ഷോൾഡറിനോടൊപ്പം ചേർക്കാം. ബാക്കി താഴേക്കുള്ള പോർഷനൊക്കെ എടുക്കാം. ഇപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഹൈറ്റ്, ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ കുട്ടികളുടെ മെഷർമെൻറ്റിന് വേണ്ടി നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു.
ഇതിൻ്റെ ഈ 1.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി സ്ലീവിൻ്റെ ബോട്ടം ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് 6 ഇഞ്ചാണ് ഞാൻ വിഡ്ത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 2 പോയിന്റ്സും കൂടി ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി ക്രോസ് പീസ് വേണം. അപ്പോൾ ബാക്കിയുള്ള ക്ലോത്ത് പീസിൽ നിന്നും നമുക്ക് വേണ്ട ക്രോസ് പീസ് കട്ട് ചെയ്യാം. 1.5 ഇഞ്ച് വീതിയാണ് ക്രോസ് പീസിന് എടുക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ബാക്കിലേക്ക് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് പോർഷൻ്റെ മിഡിൽ ഭാഗത്തായി 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലൊരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 സൈഡും സൈഡ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മിഡിൽ ഭാഗത്തായി 4 ഇഞ്ച് ഇറക്കത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്ലോത്ത് പീസ് വെച്ചാണ് നമുക്ക് ഈ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാക്ക് പോർഷൻ ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്യേണ്ടത്. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും റൈറ്റ് സൈഡ് തമ്മിൽ ചേർത്ത് വെച്ച് 2 ഷോൾഡറും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ നെക്ക് പോർഷനിലായി ഫ്രില്ല് കൂടി കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലവർ ഡിസൈനിൽ ബാലൻസ് വന്നിട്ടുള്ള ഇത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ പോർഷനൊന്ന് 1 ഇഞ്ച് വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് ഫ്രില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ ഫ്രില്ലിന് വേണ്ടി. അപ്പോൾ ഞാൻ ഈ ഫ്രില്ലിന് വേണ്ടി എടുത്തിട്ടുള്ള ഈ പീസ് ഒരു സൈഡ് പീക്കോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്കേർട്ട് പോർഷൻ ഞാൻ പീക്കോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ പോർഷൻ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഫ്രില്ല് വെച്ച ശേഷമാണ് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് നെക്കാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്രോസ് പീസ് ആദ്യം നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ പീസാണ് ക്രോസ് പീസ് കിട്ടുന്നതെങ്കിൽ ഈ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ഇപ്പോൾ 2 ക്രോസ് പീസിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ വെച്ച ശേഷം ഈ മാർക്ക് ചെയ്ത രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ജോയിനായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രോസ് പീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ 2 മെത്തേഡ് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി നമുക്കിത് നെക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രില്ല് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവിൻ്റെ താഴെ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഇലാസ്റ്റിക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കടത്താൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്ത് വേണം ഫോൾഡ് ചെയ്യാനായി. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് 5.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇലാസ്റ്റിക് കടത്താൻ വേണ്ടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്ലീവിൻ്റെയും താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഉള്ളിലേക്കിട്ട് 2 സൈഡും ലോക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട്. 2 സൈഡും ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ടോപ്പ് പോർഷനിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ സ്ലീവിൻ്റെ റൈറ്റ് സൈഡ് മിഡിൽ ഭാഗം മാർക്ക് ചെയ്ത ശേഷം ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗത്ത് വെച്ച് നമുക്കിത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ബോഡി ക്ലോസ് ചെയ്തെടുക്കാം. ബോഡി ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്കേർട്ട് പോർഷനാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്കേർട്ട് പോർഷൻ്റെ അടിഭാഗം പീക്കോ ചെയ്തെടുക്കാം. ഇപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്താലും മതി. അപ്പോൾ പീക്കോ ചെയ്യാൻ വേണ്ടി നമുക്ക് പീക്കോ ഫൂട്ട് മാറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പീക്കോ ഫൂട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് 6 ആണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് 6 സെലക്ട് ചെയ്ത് കൊടുക്കാം. 6 സ്റ്റിച്ചിങ് ലെങ്ത് ഞാനിവിടെ 2.5 ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ മെഷീനിൽ എടുക്കുന്നത് ആ രീതിയിൽ എടുത്താൽ മതി. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം.
അപ്പോൾ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഈ ക്ലോത്ത് പീസ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായി റൗണ്ട് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത്. കണ്ടോ, നമുക്കിത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അംബ്രല്ല സ്കർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പീക്കോയാണ് ഏറ്റവും ബെറ്റർ. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിടക്കും. അപ്പോൾ പീക്കോ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ബോഡി പാർട്ടുമായി ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലഗിൻ്റെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പായിട്ടാണ്. അപ്പം നല്ലൊരു ഭംഗിയുള്ള ഡ്രസ്സാണിത്. കണ്ടോ, ഇതുപോലെ നമുക്കൊരു ലെഗിൻ്റെ കൂടെ നമുക്കിത് ഇടാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്